ഇന്നത്തെ നമ്മുടെ യാത്ര വളരെ സാഹസികത നിറഞ്ഞതും കൗതുകം ഉളവാക്കുന്നതുമായൊരു ഗുഹാക്ഷേത്രത്തിലേക്കാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള എന്നാൽ അധികം ആളുകൾ അറിയാതെ പോയ ഒരു ഗുഹാക്ഷേത്രം. ഭൂതകാലത്തിന്റെ കഥകൾ പറയുന്ന അത്തരം സ്മാരകങ്ങൾ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഭാവി തലമുറകൾക്കായി അത്തരം സ്മാരകങ്ങൾ കണ്ടെത്തി സംരക്ഷിക്കുക എന്നതാണ് പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം. പുരാവസ്തു സ്ഥലങ്ങൾ, പുരാതന സ്മാരകങ്ങൾ, അവശിഷ്ടങ്ങൾ എന്നിവയുടെ സംരക്ഷണം പുരാവസ്തു വകുപ്പിന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. നവീന ശിലായുഗത്തിലെ കൊത്തുപണികൾ മുതൽ ഇരുമ്പ് യുഗം വരെയുള്ള പുരാവസ്തുരേഖകൾ, ഗോത്ര സമൂഹങ്ങളുടെ രേഖകൾ, തദ്ദേശീയവും വിദേശീയവുമായ മതങ്ങൾ, വ്യത്യസ്ത രാജവംശങ്ങളുടെ പൈതൃകങ്ങൾ എന്നിവ കേരളത്തിലുണ്ട്. കേരള പുരാവസ്തു വകുപ്പ് നിലവിൽ 192 സംരക്ഷിത സ്മാരകങ്ങൾ പരിപാലിക്കുന്നു. തെക്ക് കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം കൊട്ടാര സമുച്ചയം മുതൽ വടക്ക് കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം ക്ഷേത്രം വരെ കേരളത്തിൽ സംരക്ഷിക്കപ്പെടുന്ന സ്മാരകങ്ങളുണ്ട്. തിരുവല്ലയിൽ നിന്ന് 7 കിലോമീറ്ററും പത്തനംതിട്ടയിൽ നിന്ന് 30 കിലോമീറ്ററും ഉണ്ട് ഇങ്ങോട്ട് വരാൻ. നിങ്ങൾക്ക് ബസ്, ഓട്ടോ അല്ലെങ്കിൽ ടാക്സി ഉപയോഗിച്ച് അവിടെ എത്താം. തിരുവല്ല റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. കവിയൂരിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ഇത്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം പത്തനംതിട്ടയിൽ നിന്ന് 119 കിലോമീറ്റർ അകലെയുള്ള തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ചരിത്രപരമോ പുരാവസ്തുപരമോ കലാപരമോ ആയ താൽപ്പര്യമുള്ള ഏതൊരു കെട്ടിടം, നിർമ്മാണം, സ്മാരകം, ശ്മശാനക്കുന്നുകൾ, തടങ്കൽ സ്ഥലം, ഗുഹ, പാറകൊത്തുപണി, ശിലാലിഖിതം അല്ലെങ്കിൽ ഏകശിലാസ്തംഭം എന്നിങ്ങനെയാണ് ഒരു പുരാതന സ്മാരകത്തെ ഈ നിയമം നിർവചിക്കുന്നത്. നാണയം, ശില്പം, കയ്യെഴുത്തുപ്രതി, ലിഖിതം, കല, കരകൗശല വസ്തു, ഒരു കെട്ടിടത്തിൽ നിന്നോ ഗുഹയിൽ നിന്നോ വേർപെടുത്തിയ വസ്തു, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ ശാസ്ത്രം, കല, കരകൗശലം, സാഹിത്യം, മതം, ആചാരങ്ങൾ, ധാർമ്മികത, രാഷ്ട്രീയം എന്നിവയെ ചിത്രീകരിക്കുന്ന വസ്തുക്കൾ, കുറഞ്ഞത് ഒരു നൂറ്റാണ്ടായി നിലനിൽക്കുന്ന ചരിത്രപരമായ താൽപ്പര്യമുള്ള വസ്തുക്കൾ എന്നിവയെ പുരാതന അവശിഷ്ടങ്ങളായി പ്രഖ്യാപിക്കുന്നു. ഈ ഗുഹാക്ഷേത്രം ശരിക്കും ഒരു അത്ഭുതമാണ്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് പാറകൾ തുരന്നുണ്ടാക്കിയതാണ് ഇത്. ഈ ക്ഷേത്രത്തിന്റെ ഭിത്തികളിൽ കൊത്തിവച്ചിട്ടുള്ള ശില്പങ്ങൾ ശരിക്കും അതിമനോഹരമാണ്. പഴയകാലത്തെ ആളുകളുടെ കഴിവിനെക്കുറിച്ചോർത്ത് അത്ഭുതപ്പെട്ടു പോകും. കവിയൂർ റോക്ക് കട്ട് കേവ് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഗുഹാക്ഷേത്രമാണ്. ഇത് ഏകദേശം 8ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാറ തുരന്നുണ്ടാക്കിയ ഈ ക്ഷേത്രം കേരളത്തിലെ അപൂർവ ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം അതിന്റെ വാസ്തുവിദ്യയാണ്. ഒറ്റ ശിലയിൽ തീർത്ത ഈ ക്ഷേത്രത്തിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ ഗണപതി, മഹർഷി, ദ്വാരപാലകർ എന്നിവരുടെ ശില്പങ്ങളും ഇവിടെ കാണാം. ഈ ശില്പങ്ങൾ പല്ലവ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് കവിയൂർ പാറയിൽ കൊത്തിയ ക്ഷേത്രം. ഇത് ശിവന് സമർപ്പിച്ചിരിക്കുന്നു. എട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്ന മുഴുവൻ ഘടനയും പല്ലവ കലാ പാരമ്പര്യത്തെ അനുസ്മരിപ്പിക്കുന്നു. പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഈ ഗുഹാക്ഷേത്രം ഒരു അർദ്ധമണ്ഡപം, തൂണുകളുടെ ഒരു മുൻഭാഗം, ഒരു ശിവലിംഗം ഉൾക്കൊള്ളുന്ന ഒരു മധ്യശ്രീകോവിൽ എന്നിവയാൽ നിർമ്മിതമാണ്. ഗുഹയുടെ അളവുകൾ 8 അടി 6 ഇഞ്ച് ഉയരവും 19 അടി 8 ഇഞ്ച് വീതിയുമുള്ളതാണ്. ഈ ഗുഹാക്ഷേത്രത്തിന്റെ വലത് സൈഡിലായി ഒരു കുളം സ്ഥിതി ചെയ്യുന്നു. ഇത് പിന്നീട് നിർമ്മിച്ചതാണ്. 8 അടി 8 ഇഞ്ച് ഉയരമുള്ള 2 തൂണുകളും 3 കവാടങ്ങളുമാണ് ഗുഹയിലുള്ളത്. കവാടങ്ങളിൽ 2 എണ്ണത്തിന് 5 അടി വീതിയും മറ്റൊന്നിന് 4 അടി 8 ഇഞ്ച് വീതിയുമുണ്ട്. മധ്യശ്രീകോവിലിൽ പാറയിൽ കൊത്തിയെടുത്ത ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ശിവലിംഗമുണ്ട്. ശ്രീകോവിലിന്റെ ചതുരാകൃതിയിലുള്ള ഹാൾ 19 അടി 8 ഇഞ്ച് 5 അടി വലിപ്പമുള്ളതാണ്. ചതുരാകൃതിയിലുള്ള ഒരു പീഠത്തിൽ ചതുരാകൃതിയിലുള്ള ഗർഭഗൃഹത്തിനുള്ളിൽ ശിവലിംഗം സ്ഥാപിച്ചിരിക്കുന്നു. അർത്ഥമണ്ഡപത്തിന്റെ വടക്കും തെക്കുമുള്ള ചുവരുകളിൽ യഥാക്രമം
ചതുർഭുജ ഗണപതിയുടെയും ഒരു ജൈന സന്യാസിയുടെയും ചിത്രങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. 2 ദ്വാരപാലക രൂപങ്ങളിൽ ഒന്ന് പ്രദേശത്തെ ഒരു തലവനെ ചിത്രീകരിക്കുന്നു, മറ്റൊന്ന് ഒരു ഗദ പിടിച്ചു നിൽക്കുന്നു. 1965-ൽ ഇത് ഒരു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു. തെക്കോട്ട് ദർശനമുള്ള തൃക്കാക്കുടി പാറയിൽ കൊത്തിയെടുത്ത ഗുഹയിൽ ഒരു ശ്രീകോവിൽ, ചതുരാകൃതിയിലുള്ള ഒരു മുഖം, ഒരു മുൻഭാഗം എന്നിവ ഉൾപ്പെടുന്നു. മേൽക്കൂരയുടെ താഴ്ഭാഗം താളീയ കുടയുടെ ആകൃതിയിൽ വിദഗ്ധമായി കൊത്തിയെടുത്തിരിക്കുന്നു. പല്ലവ ശൈലി എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന ശൈലിയാണ്. 7-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെ പല്ലവ രാജാക്കന്മാരുടെ കാലത്താണ് ഈ ശൈലി വികസിച്ചത്. മഹാബലിപുരത്തെ രഥക്ഷേത്രങ്ങൾ, കാഞ്ചീപുരത്തെ കൈലാസനാഥ ക്ഷേത്രം എന്നിവ ഈ ശൈലിക്ക് ഉദാഹരണങ്ങളാണ്. ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 5.5 ഏക്കറോളം വരുന്ന സ്ഥലത്താണ്. ഇത് കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. തൃക്കക്കുടി എന്നത് തൃക്കോവിൽ കൂടിയത് എന്ന വാക്കിൽ നിന്നാണ് വന്നത്. ശിവൻ, ഗണപതി, ഹനുമാൻ എന്നീ 3 ദൈവങ്ങളുടെ പ്രതിഷ്ഠകൾ ഒരേ സ്ഥലത്ത് വന്നതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് തൃക്കക്കുടി എന്ന പേര് ലഭിച്ചത്. പുരാവസ്തു വകുപ്പിന്റെ കണ്ടെത്തലുകൾ അനുസരിച്ച് ഈ ക്ഷേത്രം 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്നാണ് വിശ്വസിക്കുന്നത്. പാണ്ഡ്യരാജാക്കന്മാരുടെ സംഭാവനയാണ് ഈ ക്ഷേത്രമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ ക്ഷേത്രത്തിലെ ശില്പങ്ങൾ പല്ലവ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 8-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാക്കന്മാരുടെ സംഭാവനയോടെ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം കേരളത്തിലെ ശൈലാഗ്ര ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ കാലഘട്ടത്തിലാണ് പാണ്ഡ്യരാജാക്കന്മാർ കേരളത്തിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ വാസ്തുവിദ്യയും ശില്പങ്ങളും ആ കാലഘട്ടത്തിലെ പാണ്ഡ്യകലയുടെയും സംസ്കാരത്തിന്റെയും ശേഷിപ്പുകളാണ്. ശരി, നമുക്ക് നടക്കാം. പാറയുടെ മുകളിൽ നിന്ന് നല്ല കാഴ്ച കിട്ടാൻ സാധ്യതയുണ്ട്. കാഴ്ച ശരിക്കും അതിമനോഹരമാണ്. ഈ നടത്തം ശരിക്കും ആസ്വദിക്കാനുണ്ട്. സംരക്ഷിത സ്മാരകങ്ങൾ ചരിത്രത്തിന്റെ സാക്ഷികളാണ്. നിശ്ചലമാണെങ്കിലും അവ ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനത്തിലേക്ക് ആശയവിനിമയം നടത്തുന്നു. പാറയുടെ മുകളിലേക്ക് കയറുന്നത് നല്ല രസമുള്ള ഒരു അനുഭവമായിരിക്കും. അവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമായിരിക്കും. ഈ ചെറിയ വഴിയിലൂടെ നമുക്ക് പാറയുടെ മുകളിലേക്ക് കയറാം. ശ്രദ്ധിച്ച് നടക്കുക, വഴിയിൽ തടസ്സങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. കരിങ്കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ പോലെ തോന്നുന്നു. ഇത് കയറാൻ എളുപ്പമാക്കും. ശ്രദ്ധിച്ച് പതുക്കെ കയറാം. മഴ പെയ്താൽ ഈ വഴിയിൽ കയറാൻ ബുദ്ധിമുട്ടാണ്. കല്ലുകൾ വഴുക്കാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് പതുക്കെ കയറാം. ഈ വഴിക്ക് ഓപ്പോസിറ്റ് ഭാഗത്ത് ബൈക്കിൽ വരാൻ പറ്റുന്ന ഒരു വഴിയുണ്ട്. കൂടുതൽ സൗകര്യപ്രദമായ വഴി വേണമെങ്കിൽ അതുവഴി പോകാവുന്നതാണ്.
പാറയുടെ മുകളിൽ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മഴ പെയ്ത വെള്ളം അവിടെ കെട്ടിനിൽക്കുന്നതാകാം. ശ്രദ്ധിച്ച് നടക്കുക. പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ശരിക്കും മനോഹരമാണ്. കവിയൂരും പരിസര പ്രദേശങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഈ ഗുഹാക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കവിയൂർ പട്ടണത്തിന്റെ മനോഹരമായ ദൃശ്യം കാണാൻ സാധിക്കും. കൂടാതെ പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും കുന്നുകളും കാണാം. ശാന്തമായ അന്തരീക്ഷം കാരണം സൂര്യാസ്തമയ കാഴ്ചകൾ കാണാനും ഇത് നല്ല സ്ഥലമാണ്. പാറയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ അടുത്തായി പാറ പൊട്ടിച്ച സ്ഥലവും നിരവധി വീടുകളും കാണാം. താഴെ കാണുന്ന കാഴ്ച ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. കവിയൂരിന്റെ ഭംഗിയുള്ള ചുറ്റുപാടിൽ സ്ഥിതി ചെയ്യുന്ന വീടുകൾ കാണുമ്പോൾ ശരിക്കും കൗതുകം തോന്നുന്നു. പാറയുടെ മുകളിലൂടെ നടക്കുന്നത് നല്ല അനുഭവമായിരിക്കും. ഇവിടെ നല്ലപോലെ പരന്ന പ്രദേശമാണ്. ശ്രദ്ധിച്ച് നടക്കുക. കാൽ വഴുതിപ്പോകാതെ നോക്കണം. ഈ പാറയുടെ ഒരറ്റത്ത് താഴെയായിട്ടാണ് ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് തൊട്ടടുത്തുള്ള പാറയിലേക്ക് പോകുന്നത് നല്ലൊരു അനുഭവമായിരിക്കും. അവിടെ നിന്നുള്ള കാഴ്ചയും മനോഹരമായിരിക്കും. പുല്ലുകൾ നിറഞ്ഞ ഈ നടപ്പാതയിലൂടെ നടക്കുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. നല്ല തണുപ്പുള്ള കാറ്റുമുണ്ടാകും. ശ്രദ്ധിച്ച് നടക്കുക. കാൽ വഴുതിപ്പോകാതെ നോക്കണം.
പാറയിൽ പറ്റിപ്പിടിച്ച് വളരുന്ന മരങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്രകൃതിയുടെ അത്ഭുതകരമായ കാഴ്ചയാണത്. മുകളിലേക്ക് കയറുന്നത് നല്ല അനുഭവമായിരിക്കും. ഈ പാറയുടെ താഴെ വരെ ബൈക്കിൽ വരാൻ സൗകര്യമുണ്ട്. മുകളിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിച്ച് പതുക്കെ കയറുക. ഈ പാറയുടെ അടുത്തായി ഒരു പഴയ വീട് കാണുന്നുണ്ട്. പഴയ കേരളീയ വാസ്തുവിദ്യയുടെ മനോഹരമായൊരു മാതൃകയാണത്. പാറയുടെ മുകളിൽ കയറിയാൽ താഴെ വിശാലമായ പാടങ്ങളും മരങ്ങളും കാണാം. ഈ രണ്ട് പാറകളുടെയും നടുക്കായി സ്ഥിതി ചെയ്യുന്ന വലിയ പാറ ശരിക്കും അതിശയകരമായ കാഴ്ചയാണ്. അതാണ് വലിയ പാറ. നല്ല ഉയരമുള്ള പാറയാണത്. ഈ പാറയുടെ മുകളിലേക്കുള്ള കയറ്റം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. പ്രായമായവരും ശാരീരിക ബുദ്ധിമുട്ടുള്ളവരും ഇതിൽ കയറാതിരിക്കുന്നതാണ് നല്ലത്.
കാഴ്ചകൾ ശരിക്കും മനോഹരമായിരിക്കുന്നു. വീഡിയോ ഫുൾ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു.